അതെ, ഇതാണ് ഇവിടുത്തെ ബിഗ് ലോബ്സ്റ്റർ കേട്ടോ. ബിഗ് ലോബ്സ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ മൗണ്ട് ഗാംബിയർ, ഞാനിപ്പോൾ ചുരുക്കത്തിൽ ഗാംബിയർ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗാംബിയറിന് പോകാൻ നോക്കിയപ്പം അതിൻ്റെ ഇടയ്ക്കെങ്കിൽ എന്തെങ്കിലും കാണാനുണ്ടോ എന്നൊന്ന് അടിച്ചു നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടിയ ഒരെണ്ണമാണ് ഈ ബിഗ് ലോബ്സ്റ്റർ എന്ന് പറയുന്ന ശരിക്കും ഒരു സ്റ്റാച്ചു ആണ്. ഒരു റെസ്റ്റോറൻറ്റിന് മുമ്പിൽ ഒരു ബിഗ് സ്റ്റാച്ചു. പക്ഷെ എല്ലാവരും ഇവിടെ നിർത്തി ചെറിയൊരു ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരും ഒരു വീഡിയോ ഒക്കെ എടുത്ത് പിള്ളേരൊക്കെ ഇതിൻ്റെ അടി വന്ന് കളിച്ചിട്ട് പോകുന്നത് കേട്ടോ. വളരെ വലിയൊരു പ്രതിമ, ലോബ്സ്റ്ററിൻ്റെ പ്രതിമയാണ്. കാണാൻ നല്ല രസമുണ്ട്, നല്ല ഭംഗിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ അടിയിലൊക്കെ നമുക്ക് കയറി നിൽക്കാൻ നല്ല വിശാലമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ മുന്തിരിത്തോട്ടമാണ്. ഈ റെസ്റ്റോറൻറ്റിന് മുമ്പിൽ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് മുന്തിരി വെച്ചിട്ട്, നാച്ചുറലായിട്ടുള്ള മുന്തിരി. നല്ല അടിപൊളിയല്ലേ. എല്ലാ കമ്പികളിൽ കൂടിയും ഈ മുന്തിരിയുടെ കുഞ്ഞു തൈകൾ ഇങ്ങനെ കയറ്റിവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം മുന്തിരി ഉണ്ടാകുന്ന സമയം കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കുണ്ട് എല്ലായിടത്തിലും കുഞ്ഞ് പച്ച മുന്തിരി കാഴ്ചക്കുന്നത് കാണാം. കഴിക്കാൻ നമുക്കിപ്പോൾ പറ്റത്തില്ല, ഭയങ്കര പുളിയാണ് അതിന്. ഞാനൊന്ന് പറിച്ച് നോക്കി കേട്ടോ, ഭയങ്കര പുളിയാണ്. പക്ഷേ ഒത്തിരി കായകൾ ഉണ്ടായിട്ടുണ്ട്. കാലാവസ്ഥ ഇപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണെങ്കിലും മുന്തിരി കായ്ക്കാനുള്ള കാലാവസ്ഥ ഇതാണ് കേട്ടോ. മുന്തിരി മാത്രമല്ല, ആപ്പിളും മുന്തിരിയും. ഞാനൊക്കെ വിചാരിച്ചിരിക്കുന്നത് ആപ്പിളൊക്കെ തണുപ്പത്താണെങ്കിൽ ഇപ്പോൾ തണുപ്പ് കാലാവസ്ഥയല്ല കായ്ക്കുന്നതെന്നാണ്. അല്ല, തണുപ്പ് രാജ്യങ്ങളിൽ ചൂട് സമ്മർ സമയത്ത് കേട്ടോ ഈ ആപ്പിളും മുന്തിരിയൊക്കെ കായ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം മുന്തിരിയുടെയും ആപ്പിളിൻ്റെയൊക്കെ സീസണാണ്. മുന്തിരിയും ആപ്പിളും മാത്രമല്ല, ചെറി, സ്ട്രോബെറി, പ്ലം, അങ്ങനെ ഇഷ്ടം പോലെ. ഇവിടെ ഞാനൊരു പ്ലം കഴിച്ചു കേട്ടോ. ശരിക്കും നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പ്ലമ്മിൻ്റെയും ഇതിൻ്റെയും വ്യത്യാസം ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ശരി, നിങ്ങൾക്ക് മുന്തിരിത്തോപ്പൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.